ഹായ് ഗായ്സ്. ഒരു 3-4 ദിവസത്തിന് ശേഷമായിട്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് തല വെളിയിലോട്ടിടുന്നത്. എൻ്റെ ദൈവമേ, പനി അടിച്ച് ഊപ്പാട് വന്ന് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു, പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരു 3 ദിവസമായി സത്യം പറഞ്ഞാൽ പുറലോകം കണ്ടിട്ട്. അത്രയ്ക്ക് ഒരു ദയനീയമായ അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പനി വന്നാൽ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാതെ സ്വയം ട്രീറ്റ്മെൻറ്റ് കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം അത്രയ്ക്ക് ഒരു സിറ്റുവേഷനായി. എനിക്ക് ഫസ്റ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായെല്ലാം കൂടെ അങ്ങ് പൊട്ടി. പൊട്ടിയിട്ട് അതിങ്ങനെ പിന്നീട് വന്ന് തൊണ്ടയ്ക്കോട്ട് ഇറങ്ങിയിട്ട് തൊണ്ടയ്ക്ക് വേദനയും ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ആയിട്ട് പിന്നെ അതിങ്ങനെ കൂടി പിന്നെ അതൊരു സിവിയർ സിറ്റുവേഷനിലോട്ട് പോയി. പനിയായി, ജലദോഷം, പനി എല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്ത അവസ്ഥ. ഏറ്റവും കൂടുതൽ സഹിക്കാൻ വയ്യാത്തെന്ന് പറഞ്ഞാൽ ദേഹം വേദനയാണ്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് എനിക്ക് കൊറോണ സമയത്ത് എനിക്ക് 2 പ്രാവശ്യം കൊറോണ വന്നായിരുന്നു. അതിൽ ആദ്യത്തെ കൊറോണ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ രണ്ടാമത് വന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. കുറച്ച് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലും കൂടി ദേഹം മൊത്തം നല്ല പെയിനും ഒക്കെ ആയിട്ടൊരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു. ഏകദേശം അതേ സിറ്റുവേഷനായിരുന്നു എനിക്കിപ്പോഴും. ഇത് ചിലപ്പം കൊറോണയുടെ ഒരു വകഭേദമായിരിക്കാം വന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പല തരത്തിലുള്ള പനികളാണ്, H1N1, മറ്റേ ചെള്ളുപനി, കുരങ്ങ് പനി, പക്ഷിപ്പനി എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി പനികളുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പനി വന്നു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കരുത്, നേരെ ഹോസ്പിറ്റലിൽ പോവുക. കാരണം മറ്റസുഖങ്ങളെക്കാളൊക്കെ ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഒരസുഖമാണ് ഈ പനി എന്ന് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലും നിവൃത്തിയില്ലായിരുന്നു. എണീക്കാനും വയ്യ, നടക്കാനും വയ്യ, ഒരു വല്ലാത്ത സിറ്റുവേഷനായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നിന്നൊക്കെ റിക്കവറായി. സത്യത്തിൽ ഒരു 3 ദിവസം കൂടി ഇരുന്ന് ഇന്ന് ഞാനത് കുളിച്ചു, ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് കുളിച്ചു. കാരണം ഈ കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഫ്രഷായി. മറ്റേത് നമുക്ക് തന്നെ അറിയാം, ഈ 2-3 ദിവസമായിട്ട് എനിക്ക് കുളിക്കാതിരുന്നിട്ടും അസ്വസ്ഥതയൊന്നുമില്ലായിരുന്നു. കാരണം ഈ പനിയുള്ള സമയത്ത് നമുക്ക് കുളിച്ചില്ലെങ്കിലും വലിയ അസ്വസ്ഥതയൊന്നും തോന്നത്തില്ല. പക്ഷേ ഇപ്പോൾ പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഏകദേശം ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ, കുളിക്കാത്തതിൻ്റെതായിട്ടുള്ള ഒരു ബോഡിക്കൊക്കെ ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചു. അപ്പം മൊത്തത്തിലൊന്ന് ഫ്രഷായി. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് എൻ്റെ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാനത് തുടങ്ങി ഏകദേശം ഒരു 118 വീഡിയോ, എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 118 വീഡിയോയോളം ഞാൻ നല്ല കൺസിസ്റ്റൻസ് ആയിട്ട് ഇട്ടുപോയി. പക്ഷേ ഇടയ്ക്ക് ചില സാങ്കേതികമായ തടസ്സങ്ങൾ വന്നു. അതിനുശേഷം കുറച്ച് നാൾ നിർത്തേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനത് അങ്ങോട്ട് സ്റ്റാർട്ടപ്പ് ആയി വന്നപ്പോഴാണ്, ഒരു 2-3 വീഡിയോ ഒക്കെ ഇട്ട് ഇത് കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ എനിക്ക് ഇതുപോലെ പനി വന്നിട്ട് 3-4 ദിവസത്തേക്ക് വീണ്ടും ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇത് കൺസിസ്റ്റൻസ് ആയിട്ട് ഇടണമെന്നൊക്കെ ഉണ്ട്. കൺസിസ്റ്റൻസ് ആയിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 വീഡിയോയെങ്കിലും ചെയ്തിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഞാൻ ഒരു പുതിയ കാറ് വാങ്ങിച്ചു. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായി വാങ്ങിച്ചിട്ട്. ഞാൻ വൈഫിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ വണ്ടി ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം, കാർ. അപ്പോൾ ഇത് 1.5 ആഴ്ചയായിട്ട് പരിചയപ്പെടുത്താൻ പറ്റാതിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പനിയൊക്കെ ആയിട്ട് ഇത്തിരി വയ്യാഴികയായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റാതിരുന്നത്. അതല്ല, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണ്. അതായത് ഹുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടി. അപ്പോൾ നമ്മൾ നേരെ ഇന്നിപ്പോൾ ഷോറൂമിലോട്ട് പോകാൻ പോവാണ്. എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളതൊക്കെ നമുക്ക് ഷോറൂമിൽ ചെന്നതിന് ശേഷം അറിയാം. അപ്പോൾ വളരെ സർപ്രൈസാണ്. ഇതുവരെ ഞാനിത് വെളിവിട്ടിട്ടില്ല. എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോകാം. ബായ്.
ഇതാണ് വണ്ടി. ഹുണ്ടായിയുടെ എക്സ്റ്റർ എന്ന് പറയും. വൈഫിന് വേണ്ടിയിട്ട് എടുത്തൊരു വണ്ടിയാണ് ഇത്. ഒരു മിനി XUV മോഡലാണ്. ഇതുണ്ടല്ലേ, അവള് കൊണ്ടുവന്ന് വെച്ച് പോർച്ചതാണ്. വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഇവിടെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ഒരു ഗേറ്റുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പോറി. അതുകൊണ്ടല്ലേ ബെല്ലക്കുട്ടനും വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കൂടെ ഇറങ്ങി നടപ്പുണ്ട്. ഞാൻ പുറത്ത് ചാടി ഉടനെ ആശാനും പുറത്ത് ചാടി. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകവശം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട്. ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ വെള്ളം വയ്ക്കാനുള്ള സൗകര്യം കണ്ടില്ലേ, എല്ലാ ഡോറിലുണ്ട്, 4 ഡോറിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡിക്കി, ഇഷ്ടം പോലെ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഡിക്കി സ്പേസ്. ഞാനിത് പൂജയ്ക്ക് പോകേണ്ടിയുണ്ട്, കുറച്ച് പേപ്പറൊക്കെ എടുത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിതിനകത്ത് ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മളിതിപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്തല്ലോ, ഡിക്കി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ചുണ്ട്. ഈ സ്വിച്ച് കൊണ്ട് ഈ സ്വിച്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓപ്പൺ ആവും. അതായത് ഓപ്പൺ ആവും, ഓക്കെ. പക്ഷേ അതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടില്ലേ, ഈ കീയിൽ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കണ്ടില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാ കാറിൻ്റെയും കൂട്ട് തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മാത്രം പ്രസ് ചെയ്താൽ ഇത് ഡിക്കി ഓപ്പൺ ആകത്തില്ല. ഈ സ്വിച്ചിൽ കൂടെ ഞെക്കിയെങ്കിൽ മാത്രമേ ഇത് ഡിക്കി ഓപ്പൺ ആകത്തുള്ളൂ. പിന്നെ എനിക്ക് ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്, നമ്മൾ ഇത് ഈ കീയ് ഇതിൻ്റെ അടുത്ത്, അതായത് ഇത്ര മീറ്ററിനകത്താണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ദാണ്ട് ഈ ഡിക്കി ഓപ്പൺ ചെയ്യാം. അതെനിക്കൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഡിക്കി ഓപ്പൺ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇതിങ്ങനെ നമ്മുടെ ഈ റിമോട്ട് കീ അടുത്തുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ഡിക്കി ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതെനിക്കൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വല്ല കടയിലൊക്കെ കയറുകയാണെങ്കിൽ അത് കടയ്ക്കകത്ത് കയറി നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ തൊട്ടടുത്ത കടയാണെങ്കിൽ വേണമെങ്കിൽ ആരെങ്കിലും ഡിക്കി ഓപ്പൺ ചെയ്യുന്നത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സിലൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ്, കണ്ടില്ലേ. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ടയർ പ്രഷർ അറിയാനുള്ള സൗകര്യം ഞാൻ കാണിച്ചു തരാം. പിന്നെ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ സിസ്റ്റംസ് മൊത്തം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റംസാണ്, കണ്ടില്ലേ. പിന്നെ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ക്യാമറ കണ്ടില്ലേ. ഇവിടെ ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ട്, ബാക്ക് ക്യാമറയുണ്ട്. ഇത് രണ്ടും കണ്ടില്ലേ, ബാക്ക് ക്യാമറയുണ്ട്. ഇത് രണ്ടും ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വണ്ടിക്കകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് SXO കണക്റ്റ് എന്ന് പറയുന്നൊരു മോഡലില്ല. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് SXO ആണ്, അതായത് കണക്റ്റിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ആ വണ്ടിയുമായിട്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ്, കണ്ടില്ലേ. സാധാരണ പോലെ തന്നെ ഡ്രൈവ് മോഡ്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് ചാർജർ, ഇത് ചാർജിങ് പോയിൻ്റ് കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ മൊബൈൽ വെച്ചാൽ മതി, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മൊബൈൽ വെച്ച് കൊടുത്താൽ ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ വയർലെസ് ചാർജർ എന്ന് പറയും ഇതിന്.
നമ്മൾ ഈ വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ മാത്രമേ ഇത് വയർലെസ് ചാർജർ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ഇവിടെ വെള്ളം വയ്ക്കാനുള്ള സൗകര്യം. പിന്നുള്ളത് നമുക്ക് അല്ലാതെയും കണക്ട് ചെയ്യാനുള്ള, ചാർജർ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. കണ്ടില്ലേ, പിന്നെ ഇതിങ്ങനെ ഊരിയിട്ട് നമുക്കില്ല മറ്റേ ഡ്യുവൽ പോർട്ട് കണക്ട് ചെയ്യുക. ഇതിനകത്ത് ഡ്യുവൽ പോർട്ട് കണക്ട് ചെയ്യാൻ, ആ ഡ്യുവൽ പോർട്ട് കണക്ട് ചെയ്യാനുള്ള സംഗതികളും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിൽ ഡ്യുവൽ പോർട്ട് കണക്ട് ചെയ്യാനുള്ള സംഗതികൾ കണ്ടില്ലേ, ഡ്യുവൽ പോർട്ട് കണക്ട് ചെയ്യാനുള്ള സംഗതികളും ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഇത് ഡ്യുവൽ പോർട്ട് കണക്ട് ചെയ്യാനുള്ള സംഗതികളാണ്. കണ്ടില്ലേ, ഇത് നമുക്കിതാ ഇതിൽ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യുവൽ പോർട്ട് കണ്ടില്ലേ, 2 ഫോൺ ഒരുപോലെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണിത്. ഇത് നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ ഇത് ഡാഷിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടിയാണ്. അപ്പം ഞാൻ ഇതുവരെ എടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകരെ ഒന്നും കാണിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതെല്ലാം അങ്ങ് എടുത്ത് വെച്ചേക്കാം. പിന്നെ ഇതിന് എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ റൂഫ് കണ്ടില്ലേ, ഇതിൻ്റെ റൂഫിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്. കണ്ടില്ലേ, സൺറൂഫുണ്ട്. അതിവിടെ ഇതാ ഇങ്ങനെ ഈ ലൈറ്റിൻ്റെ അവിടെ കണ്ടില്ലേ, ഈ ലൈറ്റിൻ്റെ അവിടെ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് സൺറൂഫ് ഓപ്പണായി കിട്ടും. അതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പണാവും. കണ്ടില്ലേ, ഓപ്പണായി. തിരിച്ച് റിവേഴ്സ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇത് ക്ലോസായി. ഇത് ക്ലോസായി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു സംഗതിയുണ്ട്. കണ്ടില്ലേ, ഈ പിടിയിൽ പിടിച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്തിടാം. ഇപ്പോൾ കണ്ടില്ലേ, സൺറൂഫിൻ്റെ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ഫിറ്റിങ് ചെയ്തതാണ്, മൊബൈൽ വയ്ക്കാനുള്ള സംഗതികളൊക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ അറിയാനുള്ള സൗകര്യം. ഫുൾ ഇൻഡിക്കേഷനാണ് ഇതിനകത്തെ, ഫുൾ ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കണ്ട. ടയർ പ്രഷറൊക്കെ കുറഞ്ഞു പോയാലും നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ 6 എയർ ബാഗ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഡോറിൽ തന്നെയാണ് എല്ലാ സിസ്റ്റവും. വണ്ടിയുടെ കണ്ടില്ലേ, ഡോറ് ഓപ്പൺ ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ, അതുപോലെ തന്നെ സൈഡ് മിററൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യാം. കണ്ടില്ലേ, ഇതിങ്ങനെ ഇതിനകത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ കണ്ടില്ലേ, ഇതിനകത്ത് തന്നെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വണ്ടി അത് സ്റ്റാർട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, മിററ് നമ്മളിപ്പോൾ ഇതിപ്പോൾ റൈറ്റിലേതാണെങ്കിൽ കണ്ടില്ലേ, ഇതിനകത്ത് തന്നെ ഇരുന്ന് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം. അത് മറ്റു വണ്ടികളിലൊക്കെ ഉള്ളതുപോലെ തന്നെ. അതുപോലെ ഇത് ലെഫ്റ്റ് മാറ്റിയിട്ട് ലെഫ്റ്റ് സൈഡിലേതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ടില്ലേ, കണ്ണാടി കൂടെ നമ്മുടെ ബെല്ലക്കുട്ടനെ കാണാം അല്ലേ. കണ്ടില്ലേ, മാറ്റാനുള്ള സൗകര്യമുണ്ട്. AC, പിന്നെ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും. സാമാന്യം നമുക്കൊരു ലക്ഷറി വണ്ടിക്കുള്ള ഏകദേശം എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ഇൻബിൽറ്റ് ആക്കിയിട്ടുണ്ട്. കൊള്ളാം, കണ്ടില്ലേ. അതേപോലെ ഇതിന് വേറൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഹാൻഡിലിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കണ്ടോണേ, ഇത് ഗിയറിൽ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതായി ഇതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ആകും. അതേപോലെ തന്നെ ഇപ്പുറത്തൊരു പ്ലസ് ആരോ കണ്ടില്ലേ, ഈ പ്ലസ് ആരോയിൽ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഗിയർ അപ്പാകും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയറിൽ നമ്മൾ ഡ്രൈവ് മോഡിലാണ് പോകുന്നതെങ്കിലും പെട്ടെന്ന് നമുക്കിപ്പോൾ വല്ല വണ്ടിയെ വല്ല ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഗിയർ ഡൗൺ ആവും. അതേപോലെ തന്നെ നമുക്ക് അതിന് ശേഷം വീണ്ടും ഗിയർ അപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഗിയർ അപ്പാകും. ഇത് പിന്നെ ലൈറ്റിൻ്റെയൊക്കെയാണ്, ലൈറ്റിൻ്റേത്, ഇൻഡിക്കേറ്ററിൻ്റേത്, പിന്നെ ഇത് വൈപ്പറിൻ്റേത് നമുക്ക് 2 രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യാം. ഇതിങ്ങനെ ഇട്ടും ഹൈ വൈപ്പർ, ലോയ്, ഓഫ് ഇങ്ങനെ ഇടാം. അതുകൂടാതെ ഇങ്ങനെ ഇത് തിരിച്ചും ചെയ്യാൻ പറ്റും. കണ്ടില്ലേ,
ഇങ്ങനെ തിരിച്ചും ചെയ്യും. ഇത് ബാക്ക് വൈപ്പറിൻ്റെയാണ്. ബാക്കിലും ഇതിന് വൈപ്പറുണ്ട്. ബാക്ക് വൈപ്പറിൻ്റെയാണ് ഇതാ ഈ മുകളിലത്തെ സ്വിച്ച്. ബാക്ക് വൈപ്പർ ഇത് ചെയ്യാനുള്ളതാണ്. അത് ലോയെ ഹൈ ബാക്ക് വൈപ്പറിൻ്റേത്. ഞാൻ ബാക്ക് വൈപ്പർ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ബാക്ക് വൈപ്പർ ലോയെ മീഡിയം കണ്ടില്ലേ. ഹൈയിലാണെങ്കിൽ ഇപ്പോൾ ഇത് ഹൈയിലാണ്, ലോയെ ഓഫ്. അങ്ങനെ ബാക്ക് വൈപ്പറിൻ്റെ സിസ്റ്റം, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഫെസിലിറ്റീസാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ലേഡീസിനൊക്കെ ഏറ്റവും പറ്റിയൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേഡീസിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നൊരു വണ്ടിയാണ്. പ്രത്യേകിച്ചും നമുക്ക് ഫ്രണ്ട് നല്ല വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂ നന്നായിട്ട് കിട്ടും. അതേപോലെ തന്നെ മിനി XUV ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് വണ്ടിക്ക്. അപ്പോൾ ആ ഹൈറ്റ് കൂടുതലാകുമ്പോൾ നമുക്ക് ഈ സീറ്റ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് തന്നെ നമുക്ക് ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം, അതേപോലെ തന്നെ ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ സാധാരണ പലതാ ഇങ്ങനെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും നമുക്ക് സീറ്റ് റെഡിയാക്കിയിടാനുള്ള സൗകര്യം. അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ നമുക്ക് നല്ല ഫെസിലിറ്റിയാണ് ഈ വണ്ടിക്ക്. കൊള്ളാം, ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബായ്.